പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. ഈ ഒരു വാർത്ത കണ്ടപ്പോൾ 20 വർഷം പിറകിലേക്ക് പോയി. ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുവാൻ തീരുമാനിച്ചപ്പോൾ 25 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ആഘോഷ പരിപാടി നടത്തുവാൻ 4 പ്രദേശങ്ങൾ ചേർന്ന് RSS BJP പ്രവർത്തകന്മാരും അഭിമാനികളായ ഹിന്ദുക്കളെല്ലാം ഒന്നിച്ചു വന്നുകൊണ്ട് ഒരു വിശാലമായ സ്വാഗത സംഘം ഉണ്ടാക്കി പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഏതൊക്കെ വീട്ടിൽ കയറിയോ അവിടെയെല്ലാം CPMന്റെ ആളുകൾ കയറി. ഇത് വർഗീയവാദികളുടെ പരിപാടിയാണ്, ശ്രീകൃഷ്ണ ജയന്തിക്ക് പോകരുത്, ഭഗവത്ഗീത വായിക്കുന്ന കുട്ടികളെല്ലാം ഭീകരന്മാരായി പോകും, അങ്ങനെ തുടങ്ങി. എങ്ങനെയെല്ലാം ഹൈന്ദവ സമൂഹത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ നിന്നും പിൻവലിപ്പിക്കുവാൻ കഴിയുമോ അതെല്ലാം പാർട്ടി പ്രയത്നിച്ചു. എന്നാൽ നല്ല ഒരു വർക്ക് അവിടെ നടന്നതുകൊണ്ട് ധാരാളം ആളുകൾ ശ്രീകൃഷ്ണ ജയന്തിയിൽ പങ്കെടുക്കുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആയ ദിവസം കുട്ടികൾക്ക് വേണ്ടി ഒരു മിമിക്രി ക്യാമ്പ് വെച്ചു. നമ്മുടെ മുതലേ കിട്ടിയിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ജയന്റെ കലാപരിപാടികളും ഒക്കെ ആയിട്ട് ഉള്ളൊരു പരിപാടി. പക്ഷെ 5 മണിയായപ്പോൾ ശോഭായാത്ര തുടങ്ങേണ്ട സമയമായപ്പോൾ മുഖ്യ സംഘാടകന്മാരിൽ ഒരാളെ കാണുന്നില്ല. അപ്പം അയാൾ മഹാശോഭയാത്ര കാണുവാൻ വേണ്ടി വടകരയിൽ പോയിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ പ്രദേശത്ത് ഒരു 15 കിലോമീറ്റർ യാത്ര ചെയ്താൽ വടകരയിലെത്തും. അതായത് ശ്രീകൃഷ്ണ ജയന്തിയുടെ ആദ്യത്തെ ശോഭയാത്ര തുടങ്ങുവാൻ നല്ല ലേറ്റായി. കാരണം 1000-ഓളം ആളുകൾ പങ്കെടുത്തൊരു മഹാശോഭയാത്രയായിരുന്നു ഗ്രാമപ്രദേശത്ത്. അപ്പം അവിടെ അത് കാണുവാൻ വേണ്ടി ഈ ബാലഗോകുലത്തിൽ കുട്ടികൾ പോകാതിരിക്കുവാൻ വേണ്ടി മിമിക്രി ക്യാമ്പ് നടത്തി കൊണ്ടുപോയ കുട്ടികളും അവിടെ അമ്മമാരും സന്ധ്യാസമയത്തോടുകൂടി ഇത് കാണുവാൻ വന്നു. അതായത് ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ വസ്തുക്കൾക്ക് സാധ്യമല്ല എന്നതുപോലെ ഹിന്ദുത്വത്തിന്റെ ആകർഷണ വലയത്തിൽ ഒഴിഞ്ഞു നിൽക്കുവാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും സാധ്യമല്ല. അങ്ങനെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ P. ജയരാജൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ കണ്ണൂർ ജില്ലയിലെ നേതാവ് ബദൽ ശ്രീകൃഷ്ണ ജയന്തി AKGയുടെയും കൃഷ്ണപിള്ളയുടെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ കുരിശിൽ തറക്കുന്ന ഒരു രംഗമൊക്കെ വെച്ച് വിവാദമായിട്ടുള്ള ആ ഒരു പരിപാടിക്ക് ശേഷം ശ്രീകൃഷ്ണ ജയന്തി ബാലഗോകുലം നടത്തുന്നതിന് പകരം ബാലസംഘം നടത്തണം. അതായത് RSS ഹിന്ദുത്വ പ്രസ്ഥാനമാണ്. RSSനെ CPM വിശേഷിപ്പിക്കുന്നത് ഹൈന്ദവ ശക്തികൾ എന്നാണ്. അപ്പോൾ ഹിന്ദുത്വം അടിസ്ഥാനപരമായി ആശയമാക്കിയ RSS ശ്രീകൃഷ്ണ ജയന്തിയും ശ്രീരാമ ജയന്തിയും ഹൈന്ദവ ആചാരങ്ങളും ആഘോഷങ്ങളും എല്ലാം നടത്തണം. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരുടെ അടിസ്ഥാനം എന്താ? വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം. ഞങ്ങൾക്ക് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. ഇങ്ങനെ പല പല മുദ്രാവാക്യങ്ങളുമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സർവ്വതും സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാനം പദാർത്ഥങ്ങൾ എന്ന് പറയുന്ന ശാസ്ത്രീയമായ സിദ്ധാന്തത്തിന്റെ പേരാണ് കമ്മ്യൂണിസം അഥവാ ഭൗതികവാദം. ആ ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ശ്രീകൃഷ്ണ ജയന്തി നടത്തുക. ഞങ്ങൾ കോളേജിൽ ചെന്നപ്പോൾ ഇതേ സഖാവ് പറഞ്ഞത് രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളോട് നിങ്ങൾ ചോദിക്കൂ, രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവർ പറയും അതൊക്കെ കെട്ടുകഥയാണ്. അടുത്ത ചോദ്യം വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാം, യേശുവും മുഹമ്മദും ജീവിച്ചിരുന്നോ? തൊട്ട് കളിക്കരുത്, അഭിപ്രായമേ പറയില്ല. അതുകൊണ്ടാണ് ഒരു ചാനൽ ചർച്ചയിൽ നമ്മുടെ പ്രിയപ്പെട്ട TG മോഹൻദാസ് സാറ് ഇസ്ലാമിലെ ഒരനാചാരം ചൂണ്ടിക്കാണിക്കൂ എന്ന് ഒരു സഖാവിനോട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം നിന്ന് വിയർത്തു പോയത് നമ്മൾ കണ്ടു. അതായത് ചൂണ്ടിക്കാണിക്കുവാൻ ആയിരക്കണക്കിന് അനാചാരങ്ങളും ദുരാചാരങ്ങളും ഭീകരവാദവും എല്ലാം ഇസ്ലാമിലുണ്ട്. പക്ഷെ അത് ചൂണ്ടിക്കാണിക്കുവാൻ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും തൻ്റെ ഇടമോ നട്ടല്ലോ ഇല്ല. അപ്പൊ അവിടെയാണ് ഹിന്ദുക്കളായിട്ടുള്ള ഈഴവ സമൂഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം വളർന്നത്. അതായത് ഹിന്ദുവിൽ ഏറ്റവും പ്രബലമായ അംഗസംഖ്യ കൊണ്ട് ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുവിൽ ഈഴവ സമൂഹമാണ്. ആ ഈഴവ സമൂഹത്തെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനിക്കുവാൻ കഴിഞ്ഞത്. ആ ശക്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അവർ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ ചെയ്തു. അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഹിന്ദുവിൻ്റെ ഉള്ളിൽ ശരിയായ ഭക്തി വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ നിന്ന് കമ്മ്യൂണിസം പടിയിറങ്ങും. ഇപ്പൊ ക്ഷേത്ര കമ്മിറ്റിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ എന്തിനാണ് ഉപദേശക സമിതിയിൽ കയറി കൂടുന്നത്? അവിടെ പ്രഭാഷണങ്ങളും ഹിന്ദുവിന് അറിവ് ലഭിക്കുന്ന കാര്യങ്ങളും ഒരു കാരണവശാലും ഉണ്ടാകരുത്.
മറിച്ച് തിറ, വെള്ളാട്ട്, വമ്പിച്ച വെടിമരുന്ന് പ്രയോഗം, പിന്നെ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തെ വീർപ്പിക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടികളാണ് അവിടെ നടത്തുക. അപ്പൊ ഇതിന്റെ എല്ലാം ലക്ഷ്യം RSSും സംഘപരിവാറും വളരുന്നത് ക്ഷേത്രങ്ങളിലൂടെയാണെന്ന് മനസ്സിലാക്കി. തീർച്ചയായിട്ടും RSSന്റെ വളർച്ച തുടക്കത്തിൽ ക്ഷേത്രങ്ങളിലൂടെയായിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു: അന്തിക്കമ്പലമുറ്റത്ത് നാലടി മുളവടി കുറുവടി ഏന്തി കവാത്ത് ചെയ്യും RSSേ. അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഈ ഒരു ആശയം 1957 മുതൽ EMS മന്ത്രിസഭ മുതൽ നമ്മുടെ നാട്ടിൽ പരീക്ഷിച്ചു. ഹിന്ദുക്കളോട് പറഞ്ഞു, അമ്പലം ചുമരല്ലേ, വിഗ്രഹം കല്ലല്ലേ, ഗുരുവായൂർ അമ്പലം പൊളിച്ച് അവിടെ കപ്പ വെക്കണം. അതായത് ഹിന്ദുവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും നിന്ദിച്ചു, അവഹേളിച്ചു. ഹിന്ദു എന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് പുച്ഛമുണ്ടായി. ശബരിമല തകർക്കുവാൻ പരിശ്രമിച്ചതുപോലെ തന്നെ പല ഘട്ടത്തിലും ഹിന്ദു വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തി സാമാന്യ ഹിന്ദുവിന്റെ ഉള്ളിൽ ഹിന്ദുവിനോട് വെറുപ്പും അവമതിപ്പും ഉണ്ടാക്കി. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ കെട്ടുകഥകളും പഴഞ്ചനുമാണ് എന്ന് പറഞ്ഞവരെ പഠിപ്പിച്ച് അവന്റെ ഉള്ളിൽ നിന്ന് പതുക്കെ ഹിന്ദുത്വത്തെ എടുത്ത് കമ്മ്യൂണിസത്തെ പ്രതിഷ്ഠിച്ചു. എന്നാൽ പതിറ്റാണ്ടുകൾ പതുക്കെ കഴിഞ്ഞതോടുകൂടി ഈ കാട് പിടിച്ചു കിടന്ന ക്ഷേത്രങ്ങൾ, അതായത് കമ്മ്യൂണിസത്തിന്റെ അതിപ്രസരത്തിൽ 40 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ കാട് മൂടിക്കിടന്ന ക്ഷേത്രങ്ങളിലേക്ക് കടന്നു ചെന്ന RSSകാരൻ അവിടെ ആ കാട് വെട്ടിത്തെളിച്ചു. ആ കാടിന്റെ ഉള്ളിൽ അനാഥമായി കിടന്ന ശിവനെയും സുബ്രഹ്മണ്യനെയും ദേവിമാരെയും എല്ലാം വിളക്ക് വെച്ച് പൂജിച്ച് ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ കാട് കയറിക്കിടന്ന സ്ഥലത്ത് വിളക്ക് കണ്ടപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഹിന്ദു അവിടത്തേക്ക് വന്നു. അങ്ങനെ ജീർണിച്ച് നാമാവശേഷമായി പോകേണ്ടിയിരുന്ന ക്ഷേത്രങ്ങളെയെല്ലാം പുനരുദ്ധരിക്കുവാൻ RSS മുൻകൈ എടുത്തിട്ടുണ്ട്. അതിൽ RSSനെ ഒരിക്കലും നമുക്ക് നിഷേധിക്കുവാൻ കഴിയില്ല. കാരണം ഹിന്ദുത്വ പ്രസ്ഥാനമായ RSS ക്ഷേത്രത്തിന്റെ മുറ്റത്താണ് പ്രവർത്തനം തുടങ്ങേണ്ടത്. പിന്നീട് പൊതുജന സമൂഹം, ഹിന്ദുക്കൾ ഇതെല്ലാം ഏറ്റെടുത്തു. ഇന്ന് അന്തിത്തിരി കത്തിക്കുവാൻ വകയില്ലാത്ത ക്ഷേത്രങ്ങൾ നന്നേ കുറവാണ്. ഒരു ക്ഷേത്രവും കാട് പിടിച്ച് കിടക്കുന്നില്ല. അപ്പോൾ RSS ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. കാരണം ഇപ്പോൾ RSSന് ഒരു 2 സെന്റ് ഭൂമി കിട്ടിയാൽ, 1 സെന്റ് ഭൂമി കിട്ടിയാൽ അവിടെ 10 RSSകാർ ഒന്നിച്ചു ചേർന്നാൽ അതിന്റെ പേരാണ് ശാഖ. അത് അമ്പലമുറ്റം തന്നെ വേണമെന്നൊരു നിർബന്ധവുമില്ല. ഈ ഭാരതമാതാവിന്റെ ഏതൊരു പ്രദേശത്തെയും പുണ്യഭൂമിയും മാതൃഭൂമിയും പിതൃഭൂമിയായി കണ്ടുകരുതി ആരാധിക്കുന്ന RSSനെ സംബന്ധിച്ച് ക്ഷേത്രമുറ്റത്തെ RSSന് ശാഖ നടത്താൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധനയോ നിർബന്ധമോ ഇല്ല എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഹൈന്ദവ സമൂഹത്തിന്റെ അടിസ്ഥാനം വേദമാണെങ്കിലും ഹൈന്ദവ സമൂഹത്തിൽ 90% ആളുകളും വേദങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. സാമാന്യ ഹിന്ദു എപ്പോഴും ക്ഷേത്രവിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും ക്ഷേത്രങ്ങൾക്കെതിരായി നിൽക്കുന്നത് അവന്റെ ഉള്ളിൽ ഒരിക്കലും ശരിയായ ഭക്തി വരരുത് എന്നതുകൊണ്ടാണ്. പക്ഷെ ഇതിനെല്ലാം ഹിന്ദുക്കൾ അതിജീവിച്ച് ഈ 2000 ആയപ്പോഴേക്ക് ഹിന്ദുത്വം, ശ്രീകൃഷ്ണ ജയന്തി, ശ്രീരാമ ജയന്തി, ശിവരാത്രി ആഘോഷം, രാമായണ മാസം എല്ലാം ക്ഷേത്രങ്ങളും ഹിന്ദുക്കളും എല്ലാം ഏറ്റെടുത്തപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദുവാകാൻ പരിശ്രമിച്ചു നോക്കിയതാണ്. അത് പരാജയപ്പെട്ടു പോയി. ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കണം: കമ്മ്യൂണിസം വളർന്നത് ഒരിക്കലും അമ്പലപ്പറമ്പുകളിലല്ല, പാടവരമ്പത്ത് അധ്വാനിക്കുന്നവന്റെ വിയർപ്പിലും അവന്റെ ചോരയിലും തന്നെയാണ്. അപ്പൊ കമ്മ്യൂണിസം എന്ന ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അവിടെയാണ് പണിയെടുക്കേണ്ടത്. അല്ലാതെ RSS വളരുന്നത് ക്ഷേത്രത്തിലൂടെയാണ്, അപ്പൊ ഞങ്ങളും ക്ഷേത്രത്തിൽ ഒരു കൈ നോക്കാം. RSS വളരുന്നത് സേവാഭാരതിയിലൂടെയാണ്, അപ്പോൾ സേവാഭാരതി നടന്ന പ്രവർത്തനങ്ങളെ കോപ്പിയടിച്ചു. അങ്ങനെ സേവാഭാരതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഭക്ഷണം വിതരണം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ DYFI ഒരു വലിയ സംവിധാനമായിട്ട് അത് ചെയ്തു. തൽക്കാലം സേവാഭാരതി പറഞ്ഞു, അവിടെ ഇഷ്ടം പോലെ DYFI കൊടുക്കുന്നു, നമ്മൾ എന്തിനു കൊടുക്കണം? അതായത് മാർഗം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സേവാഭാരതിക്ക് പൊതിച്ചോറ് കൊടുത്തിട്ട് വോട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. നരസേവ, നാരായണ സേവ, മാനവസേവ, മാധവ സേവ എന്ന കാഴ്ചപ്പാടിലാണ് സേവാഭാരതി കാര്യങ്ങൾ ചെയ്യുന്നത്. സേവാഭാരതിയെ സംബന്ധിച്ച് വിശക്കുന്നവന് ഭക്ഷണം കിട്ടണം. അതിൽ CH സെന്റർ കൊടുത്താലും DYFI കൊടുത്താലും ആര് കൊടുത്താലും ഭക്ഷണം തന്നെയാണല്ലോ. അപ്പൊ സാമാന്യ സമൂഹത്തിൽ നിന്ന് കളക്ട് ചെയ്ത് അത് വണ്ടികളിലായിട്ട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് DYFI നടത്തുന്നത് നല്ലൊരു സേവന പ്രവർത്തനമാണ്. പക്ഷെ ആ സേവന പ്രവർത്തനം ഒരിക്കലും സേവാഭാരതിയെ കോപ്പി അടിക്കുന്നത് ആവരുത് എന്ന് മാത്രം. 35 വർഷക്കാലം ഇടതടവില്ലാതെ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പശ്ചിമബംഗാളിൽ എന്താ പറ്റിയത്? പശ്ചിമബംഗാളിൽ ഇന്നെന്താ അവസ്ഥ? അവർ 0 ആണ്, ഒരു വലിയ വട്ടപൂജ്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അവർ കാളി പൂജ നടത്താൻ തുടങ്ങി. അതായത് ഹിന്ദുത്വം വളരുന്നത് കാളി പൂജയിലൂടെ എന്നും മനസ്സിലാക്കിയപ്പോൾ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം തന്നെ കാളിപൂജ നടത്താൻ തുടങ്ങി. ഇതൊക്കെ ഹിന്ദുക്കൾക്കറിയാം. നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന ഇത്തരം കോപ്രാട്ടിത്തരങ്ങളെ തിരിച്ചറിയുവാൻ ഹൈന്ദവ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായി കണ്ടു. കാലാകാലങ്ങളായി SNDPയിൽ പ്രവർത്തിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുകയും ചെയ്ത ശ്രീനാരായണീയർ കൃത്യമായിട്ട് തിരിച്ചു ചിന്തിച്ചു. ശ്രീമതി ശോഭാ സുരേന്ദ്രന് 3 ലക്ഷം വോട്ട് ആലപ്പുഴയിൽ കിട്ടി. പുന്നപ്രയിലും വയലാറിലുമെല്ലാം ഉണ്ടായ മുന്നേറ്റം പാർട്ടിയെ ഒരുപാട് അസ്വസ്ഥമാക്കുന്നുണ്ട്. അതായത് രക്തസാക്ഷിയാകുവാനും പാർട്ടിക്ക് വേണ്ടി പടുപണിയെടുക്കുവാനും മാത്രം വിധിക്കപ്പെട്ട ഈ സമൂഹത്തെ, അല്ലെങ്കിൽ ആ ശ്രീനാരായണീയ സമൂഹത്തിൽ SNDPയിൽ അല്ലെങ്കിൽ ഈഴവ സമൂഹത്തിലുള്ള ബഹുഭൂരിപക്ഷത്തെ കൃത്യമായിട്ട് ഹിന്ദുത്വ പന്ഥാവിലേക്ക് കൊണ്ടുവരുവാൻ, ആ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് കഴിയുന്നു. അതായത് ഞങ്ങൾ ഹിന്ദുക്കളാണ്, അതിനുശേഷം ഞങ്ങൾ നായരാണ്, ഈഴവനാണ്, പുലയനാണ് എന്ന് പറയുന്നവരുടെ എണ്ണം വളരെ കൂടിക്കൂടി വരുന്നു. ജാതിക്കതീതമായ ഹിന്ദുത്വ അഭിമാന ബോധമുള്ള നേതാക്കന്മാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപാട് താഴ്ചയെ ഉണ്ടാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം അത് CPM-ന് വലിയ ക്ഷീണത്തെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ശ്രീകൃഷ്ണ ജയന്തി, ശ്രീരാമ ജയന്തി ഇതെല്ലാം RSSന്റെയും VHPയുടെയും ഒക്കെ പരിപാടിയാണ്. കാരണം അവർ ഹിന്ദുത്വ പ്രസ്ഥാനമാണ്. അത് SNDPക്കും NSSനും ഒക്കെ നടത്താം. കാരണം 100% വിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. ശ്രീരാമനും ശ്രീകൃഷ്ണനും ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളുടെ സാമുദായിക നേതാക്കന്മാരും സംഘപരിവാർ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരും. എന്നാൽ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരാ, നീ വിശ്വസിക്കുന്നുണ്ടോ രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നു എന്ന്? അങ്ങനെ വിശ്വസിക്കുമ്പോൾ രാമനും കൃഷ്ണനും ഞങ്ങളുടെ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം നിങ്ങൾ ശ്രീകൃഷ്ണ ജയന്തിയും ശ്രീരാമ ജയന്തിയും ഒക്കെ നടത്തൂ. അതാണ് നല്ലത്. നന്ദി, നമസ്കാരം.